നമസ്കാരം, ജന്മഭൂമിയിലേക്ക് സ്വാഗതം. ബംഗ്ലാദേശിലെ തീവ്രവാദി നേതാവ് ജഷിമുദ്ദീൻ റഹ്മാനിയെ ഇടക്കാല സർക്കാർ സ്വതന്ത്രനാക്കി. ഭീകര സംഘടനയായ അൽ ഖ്വയ്ദയുമായി ബന്ധമുള്ള അൻസറുള്ള ബംഗ്ലാ ടീം (ABT) എന്ന തീവ്രവാദി സംഘടനയുടെ നേതാവാണ് ഇയാൾ. ഇന്ത്യയെ സംബന്ധിച്ച് ഏറെ ആശങ്ക ഉയർത്തുന്ന തീരുമാനമാണ് ബംഗ്ലാദേശിലെ നൊബേൽ പുരസ്കാര ജേതാവ് കൂടിയായ മുഹമ്മദ് യൂനുസ് സർക്കാർ ഇപ്പോൾ സ്വീകരിച്ചിരിക്കുന്നത്. ഇന്ത്യയുടെ താല്പര്യം കൂടി മുൻനിർത്തി 2015 ബംഗ്ലാദേശ് നിരോധിച്ച സംഘടനയാണ് അൻസറുള്ള ബംഗ്ലാ ടീം. എന്നാൽ ഇതിനുശേഷം അൻസർ അൽ ഇസ്ലാം എന്ന മറ്റൊരു പേര് സ്വീകരിച്ചായി ഇവരുടെ പ്രവർത്തനം. 2017 ഈ സംഘടനയും ഷെയ്ഖ് ഹസീന സർക്കാർ നിരോധിച്ചിരുന്നു. ബംഗ്ലാദേശിൽ ബ്ലോഗറായിരുന്ന റജീബ് ഹൈദറിനെ 2013 ഫെബ്രുവരി 15 കൊലപ്പെടുത്തിയ കേസിൽ പ്രതിയാണ് ജഷിമുദ്ദീൻ റഹ്മാനി. 5 വർഷത്തേക്ക് തടവ് ശിക്ഷ വിധിക്കപ്പെട്ട് ജയിലിൽ കഴിയുകയായിരുന്നു ഇയാൾ. ഗസിപൂറിലെ കഷിംപൂർ ഹൈ സെക്യൂരിറ്റി സെൻട്രൽ ജയിലിൽ തടവിൽ കഴിയുകയായിരുന്ന ജഷിമുദ്ദീൻ റഹ്മാനിക്ക് തിങ്കളാഴ്ചയാണ് ഇടക്കാല ഭരണകൂടം പരോൾ അനുവദിച്ചത്. കൊലക്കേസിൽ പ്രതിയായ ഇയാൾക്കെതിരെ ഭീകര പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിന് വേറെയും കേസുകൾ രജിസ്റ്റർ ചെയ്തിട്ടുണ്ട്. റഹ്മാനിക്ക് മുൻ ബംഗ്ലാദേശ് പ്രധാനമന്ത്രിയും പ്രധാന പ്രതിപക്ഷ പാർട്ടിയായ ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി (BNP) മേധാവിയുമായ ബീഗം ഖാലിദാസിയും മോചിതയായിരുന്നു. കൂടാതെ 2016 ഓഗസ്റ്റിൽ ഹസീനയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ നിർബന്ധിത തിരോധാനത്തിന് വിധേയരാക്കിയതായി ആരോപിക്കപ്പെടുന്ന ബ്രിഗേഡിയർ ജനറൽ അബ്ദുല്ലാഹിൻ അമൻ ആസ്മി, അഭിഭാഷകൻ അഹമ്മദ് ബിൻ ഖ്വാസിം എന്നിവരെ ജമാഅത്തെ ഇസ്ലാമിയുമായി ബന്ധമുള്ള 2 പ്രമുഖ മുഖങ്ങളെയും സൈന്യത്തിന്റെ നേതൃത്വത്തിലുള്ള സർക്കാർ അതേ ദിവസം തന്നെ പുറത്തുവിട്ടിരുന്നു. അതീവ സുരക്ഷയുള്ള രഹസ്യ ജയിലായ അയനാഗറിൽ നിന്നാണ് ഇവരെ മോചിപ്പിച്ചത്. റഹ്മാനിയുടെ മോചനത്തോടെ രാജ്യത്ത് ഭീകരവാദ നിലപാടുള്ള സംഘടനകളും പ്രവർത്തകരും കൂടുതൽ സജീവമായി പ്രവർത്തിക്കുമെന്നാണ് വിദേശകാര്യ മന്ത്രാലയത്തിന്റെ വിലയിരുത്തൽ. അൻസറുള്ള ബംഗ്ലാ ടീം ഇന്ത്യൻ ഏജൻസികൾ ഏറെക്കാലമായി നിരീക്ഷിച്ചു വരുന്ന സംഘടനയാണ്. ഇതിന്റെ പ്രവർത്തകർ വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളിൽ നിന്ന് പലപ്പോഴായി അറസ്റ്റിലായിട്ടുണ്ട്. ഈ വർഷം മെയ്യിൽ ഗുവാഹത്തി റെയിൽവേ സ്റ്റേഷനിൽ വെച്ചാണ് സംഘടനയുടെ 2 പ്രവർത്തകരെ അസമിൽ പ്രവർത്തിക്കുന്ന ഭീകരവിരുദ്ധ സേന അറസ്റ്റ് ചെയ്തത്. അതിനിടെ പ്രതിഷേധങ്ങൾക്കിടയിൽ ഓഗസ്റ്റ് 5 ഡൽഹിയിലേക്ക് പലായനം ചെയ്ത് പുറത്താക്കപ്പെട്ട പ്രധാനമന്ത്രി ഷെയ്ഖ് ഹസീനയെ ഇന്ത്യ കൈമാറണമെന്ന് ബംഗ്ലാദേശ് നാഷണലിസ്റ്റ് പാർട്ടി (BNP) ആവശ്യപ്പെട്ടു. BNP ജനറൽ സെക്രട്ടറി ജനറൽ മിസ്ര ഫക്രുൻ ഇസ്ലാം ആലംഗീർ നരേന്ദ്രമോദി സർക്കാർ ഹസീനയ്ക്ക് അഭയം നൽകിയതിനെ വിമർശിച്ചു. ഇത് ഇന്ത്യയുടെ ജനാധിപത്യ തത്വങ്ങൾക്ക് വിരുദ്ധമാണെന്നും വാദിച്ചു. ത്രിപുരയിലെ ഗുംതി നദിയിലെ ഒരു അണക്കെട്ടിന്റെ ഗേറ്റുകൾ ഇന്ത്യ തുറന്നതിന്റെ ഫലമാണ് ബംഗ്ലാദേശിൽ പലരും ആരോപിച്ച കിഴക്കൻ ബംഗ്ലാദേശിന്റെ ഭാഗങ്ങളിലെ ഈ ആഴ്ച ആദ്യം ബാധിച്ച വെള്ളപ്പൊക്കം എന്ന ആരോപണവും ഉയർന്നു. എന്നാൽ ഡംബൂർ അണക്കെട്ടിന് താഴെയുള്ള വലിയ വൃഷ്ടിപ്രദേശങ്ങളിൽ നിന്നുള്ള വെള്ളമാണ് വെള്ളപ്പൊക്കത്തിന് കാരണമെന്ന് ഇന്ത്യൻ വിദേശകാര്യ മന്ത്രാലയം വക്താവ് രൺധീർ ജസ്വാൾ വ്യാഴാഴ്ച പ്രസ്താവനയിൽ വ്യക്തമാക്കിയിരുന്നു. ന്യൂസ് ഡെസ്ക്, ജന്മഭൂമി.